സാ രീ ഗ മ. ചേച്ചി, ആ റെഡ് ലൈൻ കാണുന്നില്ലേ വിൻഡോയുടെ കോർണറിൽ? സോയ, അത് നിന്റെ വെറും തോന്നൽ മാത്രമാണ്. മഞ്ഞിൽ ഡിസ്കോ ലൈറ്റ് റിഫ്ലക്റ്റ് ആകുന്നതാ ആ കാണുന്നത്. നോ, സോയ പറയുന്നത് സത്യമാണ്. വേഗം എല്ലാവരും ഫയറിംഗിൽ നിന്ന് രക്ഷപ്പെട്ടോളൂ. ലൈറ്റ്സ് ഓഫ്. സർ, അവർ നമ്മളെ ട്രാക്ക് ചെയ്യുകയാണ്. ഞാൻ സിഗ്നൽസ് ബ്ലോക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. സ്റ്റേ ലോ, ഡോണ്ട് മൂവ്. ടീന, ലോഹ, പ്ലാസ്റ്റിക്. ഈ സിറ്റുവേഷൻ ആകെ ഡ്രാസ്റ്റിക് ആയി മാറിയല്ലോ. ടാർഗറ്റ് കൺഫേംഡ്. മൂവിംഗ് ഇൻ. പൊസിഷൻ ഫോം ചെയ്യ. ആലിയ, ഇടതുവശത്ത് ഗാർഡിനെ കവർ ചെയ്യണം. എന്റെ കരാട്ടെ ആക്ഷൻ. ലേഡി ജാക്കി ചാൻ ഇൻ ആക്ഷൻ. ഞാൻ അവരുടെ കോൺവെർസേഷൻ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സിഗ്നൽ ജാമാണ്. ഓ, ബാറ്ററി വീക്കായി. 10% ഉള്ളൂ. നീ ഹാക്കിംഗ് ചെയ്യുകയാണോ അതോ ജോക്കിംഗ് ചെയ്യുകയാണോ? ഞാൻ ഇവിടെ ഫ്രീ ജിം ക്ലാസ് എടുക്കുക. അക്രമികളെ ലോഞ്ചിന്റെ പുറത്തേക്ക് പോകുവാൻ അനുവദിക്കരുത്. ഇത് എത്ര നേരം കാണും? ചേച്ചി, ട്രസ്റ്റ് മെഹുൽ സർ. അവർ ഒരിക്കലും തോൽക്കുകയില്ല. എല്ലാവരും താഴേക്ക് കിടക്ക്. സ്മോക്കിന്റെ കവർ അവർക്കേ ഉള്ളൂ, നമുക്കില്ല. We have them cornered. Move in. ശ്രദ്ധിക്കൂ, 5 സെക്കൻഡ് കൊണ്ട് ഞാനൊരു കവർ ഉണ്ടാക്കും. ആ സമയം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. 5 സെക്കൻഡോ? ഈ സമയം കൊണ്ട് എനിക്കൊരു മോമോ തിന്ന് തീർക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത്തവണ നമുക്കൊരു ജീവൻ രക്ഷിക്കാം. സർ, മഞ്ഞിൽ വീഴുന്ന ട്രേസ് നോക്കി അവർ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. അങ്ങനെയെങ്കിൽ നമുക്ക് ട്രേസ് ഇറേസ് ചെയ്യാം. സോയ, ഐസ് സ്റ്റിക്ക് എടുക്ക. ആലിയ, കവർ ചെയ്യ. സ്നോ ഫൈറ്റ് ലെവൽ 2. ഇപ്പോൾ ഹൈഡ് ആൻഡ് സീക്കിന്റെ കൂടെ. സർ, നോക്കൂ, ഈ ക്രാക്സ് എന്തോ ഒരു പാറ്റേൺ കാണിക്കുന്നുണ്ട്. എന്തോ ഒരു പസിൽ പോലെ. ശരിയാണ്, നേച്ചറിന്റെ പസിലാകും. സോയ, നമ്മൾ പാറ്റേൺ സോൾവ് ചെയ്താൽ നമുക്ക് ശരിയായ വഴി കണ്ടെത്തുവാൻ കഴിയും. പാറ്റേൺ കണ്ടിട്ട് എങ്ങനെയാണ് അത് സോൾവ് ചെയ്ത് ബ്രിഡ്ജ് ക്രോസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ശരിടാ, ഇത് ടിക് ടാക് പോലെ തോന്നുകയാണല്ലോ. അല്ല അലിയ ചേച്ചി, നോക്കൂ, ഡയഗണലാണ് സേഫ്. അതായത് ലെഫ്റ്റ് കോർണറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഡയഗണലായി പോകണം. എക്സാക്ട്ലി, സേഫ് പാത്ത് ഡയഗണലാണ്. നമ്മൾ നടുവിലൂടെ പോയാൽ ബ്രിഡ്ജ് തകരും. ഹിമാലയത്തിന്റെ അടിത്തട്ടിൽ ഒരു ഡാറ്റയായി ഞാൻ മാറിയാനിപ്പോ. റിലാക്സ് ഹാക്കർ ബോയ്. ഡിലീറ്റ് ഫയൽ സമയം ഇതുവരെയും ആയിട്ടില്ല. നോക്കൂ, പസിൽ സോൾവ് ചെയ്തപ്പോൾ ലൈഫും സേവായി. ഗുഡ് ഐഡിയ സോയ. ഓ നോ, അതൊരു സ്നോ ലെപ്പേർഡാണ്. പേടിക്കണ്ട, അതൊരു പൂച്ചയല്ലേ. കുങ് ഫു ആലിയ റെഡി. പൂച്ചയോ? ഇത് വെറും പൂച്ചയല്ല, ഹിമാലയത്തിലെ അക്രമകാരിയാണ്. ഡോണ്ട് മൂവ്. നമ്മൾ പ്രൊവോക്ക് ചെയ്യാതിരുന്നാൽ ലെപ്പേർഡ്സ് നമ്മളെ ആക്രമിക്കുകയില്ല. അതായത് പ്രൊവോക്ക് ചെയ്തില്ലെങ്കിലല്ലേ? ഇതിനോടൊക്കെ എന്താ പറയുക? നമസ്തേ അങ്കിൾ, മോമോ കഴിക്കാൻ വേണോ?
ചേച്ചി കൊള്ളാലോ, സ്നോ ലെപ്പേർഡിനെയും ഒരു മോമപ്രിയനാക്കിയിരിക്കുന്നു. കണ്ടോ കണ്ടോ, ആഹാരത്തിന് പോലെ ഒരു ഡിപ്ലോമസി ലോകത്ത് വേറൊരിടത്തും ഇല്ല. സീരിയസ്ലി, നിന്റെ മോമോ കാരണം മുഴുവൻ വൈൽഡ് ലൈഫും കറപ്റ്റായി തീരുകയാണ്. ഈ സ്നോ ലെപ്പേർഡ്സിനെ ഗോസ്റ്റ് ഓഫ് ദി മൗണ്ടൻ എന്ന് വിളിക്കാറുണ്ട്. ഇത് ഹിമാലയത്തിലെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പീഷീസ് ആണ്. ഇവരെ റെയറായിട്ടേ കാണാൻ കിട്ടുകയുള്ളൂ. ഇപ്പോൾ കണ്ടതിന്റെ അർത്ഥം നമ്മൾ അവന്റെ ടെറിട്ടറിയിൽ എത്തിയെന്നാണ്. അതായത് നമ്മൾ കൂടുതൽ അപകടത്തിലായി എന്നർത്ഥം. വീണ്ടും നമ്മൾ എത്ര പ്രാവശ്യം അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു. ബോസിനെയും അവർ ലോക്ക് ചെയ്തിരിക്കുന്നു, ഗാർഡിയനും അവരുടെ കൂടെ. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ നമുക്ക് ടെമ്പിളിൽ ഒരിക്കലും എത്തുവാൻ സാധിക്കുകയില്ല. എല്ലാവരും കേൾക്കൂ, ഡിറ്റക്റ്റീവ് ടീം നമ്മളെ 2 പ്രാവശ്യം അപമാനിച്ചിരിക്കുന്നു. ഇനി ഞാൻ അവരെ ജീവനോടെ കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. ഹാഫ് സ്ക്വാഡ് അവരെ സ്നോ റിഡ്ജസിലൂടെ ചേസ് ചെയ്യുക. ബാക്കി ഹാഫ് സ്ക്വാഡ് ട്രാപ്സ് എടുത്തുകൊണ്ട് ഗ്ലേഷ്യറിന്റെ നേരെ പോകൂ. ഡ്രോൺസ് ഫുൾ സ്വാം മോൺ. എനിക്ക് ഗാർഡിയന് വേണം. അനന്യയെ പിടികൂടൂ. അപ്പോൾ ടെമ്പിൾ നമ്മുടേതായി മാറും. മെഹുൽ, 2 പ്രാവശ്യം നീ രക്ഷപ്പെട്ടു. പക്ഷേ 3-ാം തവണ നീ ഉറപ്പായും പിടിക്കപ്പെടും. കാരാട്ടെ ചെയ്തപ്പോൾ ബോഡി ഒന്ന് ചൂടായതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ഈ മഞ്ഞിൽ ഞാനും തണുത്ത് മരവിച്ചു പോയി. ഒരു ഹീറ്റർ ഹാക്ക് ചെയ്ത് തരൂ ആദി. ബാറ്ററി 5% ഉള്ളൂ. ഹീറ്ററൊക്കെ മറന്നേക്ക്. എനിക്ക് ടാബിന്റെ ലോ പവർ മോഡ് ആക്ടിവേറ്റ് ചെയ്യണം. ചേച്ചി, ഒരു പ്രാവശ്യം സ്നോ ബോൾ ഫൈറ്റ് കളിച്ചാൽ ബോഡി വാമായി മാറും. ആ ശരി, ഇത്തവണ നീ വിന്നർ ആയിക്കോളൂ. അല്ലെങ്കിൽ ഞാൻ നിന്നെ ലഡു കഴിപ്പിച്ച് ഭാരം കൂട്ടിയേക്കും. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ ആദ്യത്തെ മിഷൻ സിമ്പിൾ ആണ്. അനന്യയെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കണം. ശരിയാണ്. ഗാർഡിയൻ നമ്മുടെ കയ്യിൽ സെക്യൂർ അല്ലാത്തിടത്തോളം കാലം ടെമ്പിളിന്റെ അടുത്തേക്ക് പോകുക എന്നത് ആത്മഹത്യാപരമാണ്. ആത്മഹത്യാപരം എന്ന് വെച്ചാൽ ഡബിൾ ഡേഞ്ചറസ്. അപ്പോൾ ഞാനാണ് ടാർഗറ്റ് എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ബാധ്യതയാണല്ലോ. നീ ഞങ്ങൾക്കൊരു ഭാരമേ അല്ല, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഗാർഡിയൻ ഇല്ലാതെ ടെമ്പിൾ വരെ പോകുന്നത് അബദ്ധവുമാണ്. ആ രഹസ്യം തുറക്കുന്നതിനുള്ള താക്കോൽ നീയാണ്. ഇത്തവണ നീ ഡ്രാക്കോയുടെ കയ്യിൽ അകപ്പെടില്ല. അത് ഞങ്ങൾ ഉറപ്പാക്കും. ബ്രഹ്മക്ഷേത്രത്തിലേക്കുള്ള വഴി എനിക്ക് നന്നായി അറിയാം. പക്ഷെ അനന്യയെ ആദ്യം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതിനാൽ ഞാൻ അവിടെ എത്തിയതിനു ശേഷം തിരികെ വരാൻ തീരുമാനിക്കുകയായിരുന്നു. സർ അകത്തേക്ക് പോകാത്തത് എന്തുകൊണ്ടാണ്? ചിലപ്പോഴൊക്കെ ജയമെന്ന് പറയുന്നത് ഒരു സാക്രിഫൈസ് ആണ്. രഹസ്യം അകത്ത് തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ ഗാർഡിയന്റെ സുരക്ഷ അതിലും വലുതായിരുന്നു. അടിപൊളി. ഇതൊരു ഫ്രീ ഹിമാലയൻ റോളർ കോസ്റ്റർ റൈഡ് പോലെ ഉണ്ടല്ലോ. താഴെ ലാൻഡ് ചെയ്യുമ്പോൾ ഗെയിം ഓവർ എന്ന് എഴുതിയിട്ടുണ്ടാവും. ശരിക്കു പറഞ്ഞാൽ ഈ വഴി ഒരു തകരുന്ന പ്ലാറ്റ്ഫോം പോലെ തോന്നുന്നു. ചെറിയൊരു തെറ്റായ നീക്കം പോലും നമ്മളെ പെർമനന്റ് ആയി ഡിലീറ്റ് ആക്കും. സർ, സോയ, നീ എന്റെ കണ്ണിലേക്ക് തന്നെ നോക്കണം. വീഴില്ല, പേടിക്കണ്ട. സർ, എനിക്ക് പേടി തോന്നുന്നു. എന്റെ കയ്യിൽ തന്നെ മുറുകെ പിടിച്ചോളൂ. ഓ, നീ നമ്മളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. സർ, നിങ്ങൾ എന്നെ വിട്ടുകളയാത്തത് എന്തുകൊണ്ടാണ്? ടീമിലെ ഒരു മെമ്പറിനെയും ഞാൻ കൈവിട്ട് കളയുകയില്ല. റിമെമ്പർ ദാറ്റ്. വരൂ, നമുക്ക് കുറച്ച് വിശ്രമിക്കാം. ഈ യാത്ര കൂടുതൽ അപകടകരമായി കൊണ്ടിരിക്കുകയാണ്. ഓരോ വഴികളിലും പുതിയ വെല്ലുവിളികളും പുതിയ ആക്രമണങ്ങളും ഉണ്ടാകുന്നു. നമ്മുടെ ടീമും ക്ഷീണിതരാണ്. ശത്രു നമ്മുടെ ഓരോ നീക്കവും നിരീക്ഷിക്കുന്നു. അനന്യയെ രക്ഷിക്കണം, അവരെ എല്ലാവരെയും സുരക്ഷിതരമാക്കണം. അതുകൊണ്ട് തന്നെ ഈ മിഷൻ ഞാൻ സ്വയം ഏറ്റെടുക്കണം. മെഹുൽ ടീമിന് ഡ്രാക്കോയുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കില്ലേ? കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.